ഇന്ന് വി എസ് ജോയി അടിയന്തര പ്രമേയ നോട്ടീസിന്റെ ആവശ്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു സംഭവമുണ്ട് 16ാം നിയമസഭയിൽ. അതിനെ സണ്ണി ജോസഫ് ഇങ്ങനെ വന്നിട്ട് ഇതിനു മുമ്പും സ്ഥലം മാറ്റം നടത്തിയിട്ടുണ്ട് പിണറായി വിജയൻ സർക്കാർ. PT തോമസ് പറഞ്ഞത് അന്ന് അടിയന്തര പ്രമേയ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പുച്ഛഭാവമാണ് പിണറായി ഇട്ടത് സ്ഥലം മാറ്റത്തെ കുറിച്ചൊക്കെ എന്ന് പറയുമ്പോൾ സണ്ണി ജോസഫും UDF-ഉം ഈ നാടും കേൾക്കാൻ. നോക്കൂ നിങ്ങൾ, 4/5/2026 NGO അസോസിയേഷൻ സെക്രട്ടറി ഒരു കത്ത് എഴുതുകയാ വകുപ്പ് മന്ത്രിക്ക്. എന്താ കത്ത്? 5 ആളുകളെ എത്രയും പെട്ടെന്ന് സ്ഥലം മാറ്റണമെന്ന്. 5/5/2026 അധികാരത്തിലെത്തുന്നതിന് മുമ്പ് നടക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. 5/5/2026 അവരെ സ്ഥലം മാറ്റിക്കൊണ്ട് NGO-യെ പ്രീതിപ്പെടുത്തിക്കൊണ്ടുള്ള സ്ഥലം മാറ്റി ഉത്തരവ് വന്നു സെക്രട്ടേറിയറ്റിൽ നിന്ന് എന്നുള്ളതാണ്. ഇത്രമേൽ വലിയ പക തീർക്കുന്ന കാത്തിരുന്ന കാര്യങ്ങളെ കാലെ കൂട്ടി ചെയ്യും ഞങ്ങൾ. എത്ര മുഹമ്മദ് ഷിയാസ് കൊച്ചിയിൽ പറഞ്ഞു, ഇനി പക തീർക്കലിന്റെ കാലമായിരിക്കുമെന്ന്. മറക്കാനുള്ളതല്ല ഒന്നുമെന്ന് പറയുന്നത് ആരാ? VD സതീശൻ. ഇങ്ങനെ കണക്ക് തീർക്കും പോലെ ഇവർ പ്രതികരിക്കുന്നു. രാഷ്ട്രീയ മര്യാദയെ മറക്കുന്നു എന്നുള്ള 310 വനിതകളെയാണ് സ്ഥലം മാറ്റത്തിന് കൊണ്ടുപോയിരിക്കുന്നത്. സ്വജനപക്ഷപാതത്തിൽ അതിന് കൃത്യമായി ആവശ്യമുള്ളവരെ ആവശ്യമുള്ളവിടത്ത് പ്ലേസ് ചെയ്യുന്നു. സഹോദരി ഭർത്താവിനെ പോലെ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് പ്ലേസ് ചെയ്യുന്നു അഡീഷണൽ സെക്രട്ടറിയായി. ഇങ്ങനെ നിരവധി കാര്യങ്ങളാണെന്നുള്ളതാണ്. അപകടകരമായ ഒരു കാര്യം കൂടി എന്താ? അൻവർ സാദത്ത് MLA പറയാ ഭരണം മാറിയത് അറിഞ്ഞില്ലേ എന്ന്. ഒരു നിയമസഭയിൽ ഇരുന്ന് മൈക്കിലൂടെ കേൾക്കുകയാണ്. അൻവർ സാദത്ത് പറയുകയാണ് VS ജോയി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഭരണം മാറിയത് ജോയി നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന്. ഭരണം മാറിയത് കൊണ്ട് എന്തും ചെയ്യാമെന്നോ? ഇനി LDF സർക്കാർ അങ്ങനെ ചെയ്തിരുന്നു എന്ന് തന്നെ വെക്കുക. നിങ്ങളും ആ തെറ്റ് ആവർത്തിക്കാനാണോ ഇവിടെ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ UDF-ന്റെ രാഷ്ട്രീയ മര്യാദ എന്താണ്? പകപോക്കൽ. എന്തിനുമേതിനും ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു വെച്ചു പോകുന്ന പോലെ അകാരണമായി ജോയി പറയുന്നുണ്ട്. ക്യാൻസർ പേഷ്യന്റ് ആയ ഉദ്യോഗസ്ഥരെ പോലും, ഭർത്താവിന്റെ വീടിനോട് ചേർന്ന് വർക്ക് ചെയ്യുന്നവരെ അകാരണമായി അന്യ ജില്ലകളിലേക്ക് പോലും മാറ്റിവിടുന്ന, അവരുടെ കുടുംബത്തിന്റെ ഭദ്രത പോലും തകർക്കുന്നത്, പരിപൂർണമായ നാശത്തിലേക്ക് കടന്നു പോകുന്ന രീതിയിൽ UDF ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഒരു രീതിയിലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് UDF മുമ്പോട്ട് പോകുന്നത്. അതിനെ ഒരു ഭരണകക്ഷി MLA അൻവർ സാദത്തിനെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയ ഒരാൾ പറയുന്നു, ഭരണം മാറിയില്ലേ, നിങ്ങൾ അത് പ്രതീക്ഷിക്കണ്ടേ എന്ന്. അപകടകരമായ വർത്തമാനവും അപകടകരമായ രാഷ്ട്രീയ സാഹചര്യവും കേരളത്തിൽ ഉടലെടുത്തിരിക്കുന്നു എന്ന് എങ്ങനെ നമ്മൾ പറയാതിരിക്കും? ഇവർ സ്വജനപക്ഷപാതം ചെയ്യില്ല എന്ന സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയ വൈദ്യുതി മന്ത്രിയോട് ചോദിക്കുമ്പോൾ അതിനൊരു ആൻസർ ഇല്ല എന്നുള്ളതാണ്. ഒരാൻസർ ഇല്ല എന്നുള്ളത് മാത്രമല്ല, ഇവരുടെ ഉള്ളിലും അതിശക്തമായ പടലപ്പിണക്കങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കോർഡിനേഷൻ ഇല്ലാതെ വകുപ്പുകൾ മുമ്പോട്ട് പോകുന്നു. മന്ത്രിമാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ ഇല്ലാതെ വരുന്ന സിറ്റുവേഷൻ. മുഖ്യമന്ത്രിയെ അനുസരിക്കാത്ത ബിന്ദു കൃഷ്ണ ഇന്ന് UDF-ന്റെ ലീഗിന്റെ ഒക്കെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോഴും ഇന്നും അതിന് ആൻസർ കൊടുത്ത് പ്രതികരിക്കാത്ത ബിന്ദു കൃഷ്ണ ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോ പറഞ്ഞത് മുഴുവനും തെറ്റാണെന്ന് ഈ നാട് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സ്ഥലം മാറ്റവും എടുത്ത് പുറത്തിട്ടത് എന്ന് VS ജോയി.